ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 12-ാം തീയതി ഞായറാഴ്ച ദിവസം 1299 മേടമാസം 29-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 22-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:29 നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാവിലെ 10:16 തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച രാവിലെ 10:27 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനക്കുറിൽപ്പെട്ട നക്ഷത്രമാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് അത് പ്രയോജനകരമായി തീരട്ടെ. തിരുവാതിര നക്ഷത്രം മിഥുനക്കുറിൽപ്പെട്ട നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത ശിവനാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ശ്വാവാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ഭൂതം ജലമാണ്, പക്ഷി ചകോരമാണ്, വൃക്ഷം കരിമരമാണ്, രാഹുദശയിലാണ് ഇവരുടെ ജനനം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ജ്യോതിഷപരമായിട്ടുള്ള ദശാകാലം രാഹു ദശാകാലമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ഇവർ പൊതുവെ ആശ്രിത വത്സരും സുഹൃത്തുക്കൾക്ക് പ്രിയങ്കരരുമാണെന്നൊക്കെയാണ് പറയുന്നത്. ദുർവാശിയുള്ളവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മതിപ്പ് തോന്നുന്ന സംഭാഷണ ശൈലി ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. ഓർമ്മശക്തി കൂടുതലാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളവരാണെന്നൊക്കെ പറയുന്നു. ഇവരുടെ തൊഴിൽ മേഖല സ്ഥിരതയുള്ളതായിരിക്കുകയില്ല എന്നുള്ളതാണ് ഒരു ന്യൂനതയായിട്ട് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവർ സഞ്ചാരപ്രിയരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അന്യരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ സമർത്ഥരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പരദൂഷം പറയുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ധൂർത്തടിക്കുന്ന സ്വഭാവമുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ ഭാഗ്യമില്ലാത്തവരാണെന്നും പറയുന്നു. ഇതൊക്കെ ജ്യോതിഷം പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ വന്നു ചേരണമെന്നില്ല. ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ അതിന് മാറ്റം വരാം എന്നുള്ള കാര്യവും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരികയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയല്ല. ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥിതി നല്ല അനുകൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ജീവിതവും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റേതായ അഭിപ്രായം. ഞാനത് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. എനിക്ക് പറഞ്ഞു തരാനുള്ളത്, തിരുവാതിര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ഗ്രഹനില തയ്യാറാക്കി ആദ്യമേ ചെയ്യേണ്ട കാര്യം രാഹു നിൽക്കുന്ന സ്ഥാനമാണ് നോക്കേണ്ടത്. രാഹു നിൽക്കുന്നത് അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ പലവിധമായ പ്രതിസന്ധിയിൽ കൂടി പോകും. അപ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യണം. അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും അവർ കുടുംബത്തിനുമൊക്കെ ഒരു നല്ല അനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് രാഹു കേതുവിൻ്റെ സ്ഥാനം നോക്കുക. അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ തീർച്ചയായിട്ടും ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാത്ത പക്ഷം ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ പലവിധമായ പ്രതിസന്ധികളിൽ കൂടി ആ കുട്ടിയുടെ ജീവിതം കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്, ഗ്രഹനില തയ്യാറാക്കി രാഹുവിൻ്റെ സ്ഥാനം നോക്കണം. രാഹു നിൽക്കുന്ന സ്ഥാനം അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ തീർച്ചയായിട്ടും ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഈ രാഹുവിൻ്റെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്നത് വ്യാഴ ദശാകാലമാണ്. അപ്പോൾ രാഹുവിൻ്റെ ദശാകാലം 18 വർഷമാണ്. ഒരു കുട്ടിക്ക് ഒരു 12 വർഷം രാഹു ദശാകാലം കിട്ടിയിട്ടുണ്ടെങ്കിൽ 12 വയസ്സ് വരെയാണ് രാഹു ദശാകാലം. അപ്പോൾ ഈ 12 വയസ്സ്, ചിലർക്ക് 15 വയസ്സ് വരെയൊക്കെ വരുന്നത്. ഈ 15 വയസ്സ് വരെയും പലവിധത്തിലുള്ള ബാലാഷ്ടകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ആ കുട്ടി അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദോഷപരിഹാരം ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 12 വർഷം കഴിഞ്ഞാൽ പിന്നെ
വ്യാഴദശാകാലമാണ്. അപ്പോൾ 28 വയസ്സാകും. അപ്പോൾ ഈ വ്യാഴദശാകാലവും അനുകൂലമായ സ്ഥിതിയിലാണോ എന്ന് നോക്കണം. അനുകൂലമായ സ്ഥിതിയിലല്ലെങ്കിൽ അതിനും ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണം. കാരണം ഈ കുട്ടി ജനിച്ചു 28 വയസ്സ് വരെ അല്ലെ 30 വയസ്സ് വരെ എന്നുള്ളത് നല്ലൊരു പ്രായമാണ്. ആ പ്രായത്തിലാണ് ആ കുട്ടിക്ക് വിദ്യാഭ്യാസപരമായി നല്ല നേട്ടം ഉണ്ടാകേണ്ടത്, തൊഴിൽപരമായി നല്ല നേട്ടം നല്ല ജോലിയൊക്കെ കിട്ടേണ്ടത്, അതിനൊരു ജീവിതം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ലതായ രീതിയിൽ പോകണമെങ്കിൽ ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥാനം നോക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ എന്നാണ് പറഞ്ഞുതരാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിയുടെ ദശാകാലമാണ്. 28, 9, 37, 10, 47 വയസ്സ് വരെ ശനിയുടെ ദശാകാലമാണ്. അപ്പോൾ ഈ സമയവും ശനി അനിഷ്ടസ്ഥാന സ്ഥിതനാണെന്ന് നോക്കണം. കാരണം ഈ സമയത്താണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പലരുടെയും ദാമ്പത്യ ജീവിതം തകരുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും ദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ ദശാകാലമാണ്. 17 വർഷമുണ്ട്. ബുധൻ്റെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ കേതുവിൻ്റെ ദശാകാലം 7 വർഷം, പിന്നെ ശുക്രദശാകാലം 20 വർഷം, അത് കഴിഞ്ഞ് സൂര്യദശാകാലം 6 വർഷം, ചന്ദ്രദശാകാലം 10 വർഷം, 7 വർഷം, ചൊവ്വയുടെ ദശാകാലം. അപ്പോൾ ഇങ്ങനെയാണ് ദശാകാലത്തിൻ്റെ കണക്കെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവരൊക്കെ അത് ഏതെങ്കിലും ഒരു ദൈവജ്ഞനെ കാണിച്ച് എന്തെങ്കിലും ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ വേണം. കുഞ്ഞുങ്ങളാരും ഇതൊന്നും അവർക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം മാതാപിതാക്കളാണ് ഇതിനകത്ത് അറിവുള്ളവരാകേണ്ടത്. അവരാണ് ഇവർക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പിന്നീട് പല മാതാപിതാക്കൾ ഒരു വിവാഹം കഴിച്ചു വിട്ടു, അവരുടെ കടമ കഴിഞ്ഞു, അവർ ചെയ്യേണ്ടതായ ജോലി ചെയ്തു എന്ന് വിചാരിക്കാതെ ആ കുട്ടിയെ ഒരു ജീവിതത്തിലേക്ക് വിടുമ്പോൾ അതിൻ്റെ ജീവിതം സന്തുഷ്ടമായിരിക്കണ്ടേ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. കാര്യങ്ങൾ കൂടി ചെയ്ത് വേണം കുട്ടിയെ അയക്കുവാൻ. അല്ലെങ്കിൽ അത് കണ്ണീരും കൈയുമായിട്ട് പിന്നെ മാതാപിതാക്കൾക്കും ദുഃഖത്തിനിടയാക്കും. അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ അത് കേട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, തിരുവാതിര നക്ഷത്ര ജാതകർ പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഒഴിവാക്കണമെന്ന് പറയുന്നു. തിരുവാതിര നക്ഷത്ര ജാതകർ പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. തിരുവാതിര നക്ഷത്രം ഞായറാഴ്ച രാവിലെ 10:27 അവസാനിക്കും. അപ്പോൾ ഞായറാഴ്ച രാവിലെ 10:27 വരെ ഉള്ളൂ തിരുവാതിര നക്ഷത്രം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയമൊക്കെ തിരുവാതിര നക്ഷത്ര സമയത്താണ് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊണ്ട് എനിക്ക് തിരക്ക് മൂലം ഇപ്പോൾ വീഡിയോ ഒക്കെ താമസിച്ചാണ് പലപ്പോഴും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. തിരക്കുള്ള സമയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ 10:27 കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം ഉദിച്ചു വരുന്നത് പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ 11:25 വരെയുണ്ട്. ആ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഞായറാഴ്ച രാവിലെ 10:27 മുതൽ പുണർദ നക്ഷത്രമാണ് ഉദിച്ചു വരുന്നത്. പുണർദ നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 11:25 അറിഞ്ഞുകൊള്ളുക. കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അതെല്ലാം ഓരോ നക്ഷത്രവും ഒരു ദിവസം പൂർണ്ണമായിട്ട് വന്നു ചേരും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഞായറാഴ്ച രാവിലെ 10:27 വരെ തിരുവാതിര നക്ഷത്രമാണ്. ആ തിരുവാതിര നക്ഷത്ര പ്രകാരം ആർക്കൊക്കെയാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതെന്നാണ് ചിന്തിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഒന്ന് ഓർപ്പിക്കാം. അപ്പോൾ തിരുവാതിര നക്ഷത്ര പ്രകാരം ചിത്തിര, ജ്യോതി, മകീരം, കാർത്തിക, അശ്വതി, ചതയം, പൂർട്ടാതി എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ദിവസം രാവിലെ 10:27 വരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം, തൃക്കേട്ട, രോഹിണി, ഭരണി, രേവതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഞായറാഴ്ച രാവിലെ 10:27 മുതൽ തിങ്കളാഴ്ച രാവിലെ 11:25 വരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് പുണർദ നക്ഷത്രപ്രകാരമാണ്. അപ്പോൾ പുണർദ നക്ഷത്രപ്രകാരം
ഞായറാഴ്ച രാവിലെ 10:27 മുതൽ തിങ്കളാഴ്ച രാവിലെ 11:25 വരെ ചോതി, വിശാഖം, പൂരുട്ടാതി, ഉത്രട്ടാതി, അശ്വതി, തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പുണർദം നക്ഷത്രപ്രകാരം ഞായറാഴ്ച രാവിലെ 10:27 മുതൽ തിങ്കളാഴ്ച രാവിലെ 11:25 വരെ ചോതി, വിശാഖം, പൂരുട്ടാതി, ഉത്രട്ടാതി, അശ്വതി, തിരുവാതിര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ഞായറാഴ്ച രാവിലെ 10:27 മുതൽ തിങ്കളാഴ്ച രാവിലെ 11:25 വരെ പുണർദം നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം, തൃക്കേട്ട, മകയിരം, കാർത്തിക, അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കുക. അനിഴം, തൃക്കേട്ട, മകയിരം, കാർത്തിക, അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പുണർദം നക്ഷത്രപ്രകാരം, പുണർദം നക്ഷത്രം ഞായറാഴ്ച രാവിലെ 10:27 മുതൽ തിങ്കളാഴ്ച രാവിലെ 11:25 വരെയുണ്ട്. അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം, തൃക്കേട്ട, മകയിരം, കാർത്തിക, അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള എല്ലാ നാളുകാർക്കും സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളെ ഞായറാഴ്ച ദിവസമാണ്. നാളെ 2 നക്ഷത്രമുണ്ട്. ഞായറാഴ്ച ദിവസം രാവിലെ 10:27 വരെ തിരുവാതിര നക്ഷത്രവും അതിനുശേഷം പുണർദം നക്ഷത്രവുമാണ്. അപ്പോൾ ഇങ്ങനെ നക്ഷത്രം വന്നാലും നാളെ ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:07 മുതൽ 9:07 വരെ ശുഭസമയമാണ്. അതിനുശേഷം 10:37 മുതൽ ഉച്ചകഴിഞ്ഞ് 3:07 വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി നാളെ ഞായറാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രപ്രകാരം നാളത്തെ തീയതി 12 അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം മധ്യമമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നല്ല അനുഭവങ്ങളായി വന്നു ചേരുവാൻ, നാളത്തെ മധ്യമമായ ഫലങ്ങൾ കൂടുതൽ ഉത്തമമായി വന്നു ചേരുവാൻ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. നിറങ്ങളുടെ സ്വാധീനം കൊണ്ട് നാളെ മധ്യമമായ ഫലങ്ങളൊക്കെ ഉത്തമമായ ഫലങ്ങളായി ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പേരിൽ CGLS എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും ഗുണകരമായ ഒരു കാര്യമാണെന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഞാനൊരു 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലൈവായിട്ട് ഈ പ്രോഗ്രാം ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 10,000 ഒന്നും ആയിട്ടില്ല. പ്രിയപ്പെട്ടവർ സഹകരിക്കുക. സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഈ ചാനൽ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നന്മ ചെയ്യുവാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഒരു പക്ഷേ നന്മ ലഭിച്ചവരാരും ഈ ചാനലിൽ കൂടി അതിനൊരു കമൻ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവർ പേഴ്സണലായിട്ടൊക്കെ എന്നെ അറിയിക്കുന്നുണ്ട്, എന്നെ വിവരം അറിയിക്കുന്നുണ്ട്. ഞാൻ അവരോടൊന്നും വാങ്ങിക്കാറുമില്ല. അവരെന്നെ വിവരം അറിയിക്കുന്നുണ്ട്. അറിയിച്ചില്ലെങ്കിൽ പോലും ഞാൻ അവരെ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ കിട്ടിയിട്ടുണ്ടോ? അത് മഹാദേവൻ എൻ്റെ മനസ്സിൽ പറയും, വിളിച്ചു ചോദിക്കാൻ പറയും. ഞാൻ അവരെ വിളിച്ചു ചോദിക്കും. എത്ര തിരക്കാണേലും എന്നെ ഓർപ്പിക്കും, മഹാദേവൻ എന്നെ ഓർപ്പിക്കും, ഇന്ന ആൾക്കാർക്ക് അത് നന്മ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫോൺ നമ്പർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർ എങ്ങനെയായാലും അവരെന്നെ തിരിച്ച് വിളിക്കും. അവരുടെ ജീവിതത്തിലൊരു നന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെങ്ങനെയായാലും എന്നെ ഫോണിൽ വിളിക്കും. അവരെനിക്കൊന്നും തരത്തുമൊന്നുമില്ല. അത് ഞാൻ തരണമെന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഞാൻ നന്മ ചെയ്താണ് ഈ ചാനൽ കൊണ്ടുപോകുന്നത്. മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്നെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാകട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതല്ലാതെ പ്രതിഫലം ഇച്ഛിച്ചല്ല, ആഗ്രഹിച്ചല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, എന്ത് ചെയ്യാൻ കഴിയും, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേർക്ക് നന്മ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എനിക്കിതിൽ നിന്നുള്ള ലാഭമോ പ്രതിഫലമോ നോക്കാതെ ചെയ്തു കൊടുക്കുന്നത്. ഒരുപാട് പേർ കടബാധ്യതയിലൊക്കെ പെട്ട് അവരുടെ ജീവിതം തകർന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചില സ്ത്രീകളൊക്കെ അവരെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് ചെലവിന് പോലും കൊടുക്കാതെ അവർ
അവരെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അവരൊക്കെ പൈസ അയച്ചു കൊടുത്തു, ചിലവിന് തന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അവരൊക്കെ അതൊന്നും പൊതുവായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അവർ വ്യക്തിപരമായി എന്നെ വിളിച്ച് പറയും, അപ്പോൾ ഞങ്ങൾക്ക് ചിലവിന് തന്നു, ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മഹാദേവൻ എന്നിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മഹാദേവനാണ് എന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചത്. ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ സഹകരിക്കുക, കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സഹകരിക്കുക, ലൈവായിട്ട് നമുക്കിത് ചെയ്യാം. ഇനി നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല, പൂർണ്ണ തൃപ്തികരമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം ദൈവാധീനക്കുറവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും മറ്റുള്ളവരുമായിട്ടൊക്കെ സഹകരിക്കുമ്പോൾ, സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ആയിട്ട് സഹകരിക്കുമ്പോൾ സൂക്ഷിക്കണം. ദൈവാധീനക്കുറവ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ സഹകരിച്ച് വരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പെട്ടെന്ന് ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടമുള്ളൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും അനുകൂലമാണ്. ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. എന്നാൽ പിതാവിന് ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് പിതാവ് മുഖേനയുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ കുടുംബത്തിൽ വന്നു ചേർന്ന് അതുവഴി ഈ നാളുകാർ ടെൻഷൻ അടിക്കുവാനും സാധ്യതയുണ്ട്. ഇതാണ് നാളത്തെ നക്ഷത്രഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖത്തിൽ കുറവരും, ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, ശത്രുതയൊക്കെ വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടമുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും മാതാവിന് ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ധനഹാനി, പുത്രദുഃഖം, പിതാവിനോട് ശത്രുത എന്നിങ്ങനെയുള്ള ദോഷവശങ്ങളും നാളത്തെ ദിവസം വന്നു ചേരുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എങ്കിലും കുടുംബസുഖവും ധനപരമായ വിഷയത്തിലുള്ള അനുഭവമൊക്കെ പൂർണ്ണ തൃപ്തികരമായിരിക്കുകയില്ല എന്നുള്ളതാണ് നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. നാളത്തെ ദിവസം നല്ല ആരോഗ്യസ്ഥിതി ഉള്ള ദിവസമാണ്. അതുപോലെ തന്നെ ശത്രുനാശം വന്നു ചേരുന്നൊരു ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽ ഗുണം അത്ര മെച്ചമായ ഒരു ദിവസമല്ലെങ്കിൽ പോലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഭംഗിയായ രീതിയിൽ നടക്കുമെന്നുള്ള അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. പുത്രദുഃഖമൊക്കെ ചിലർക്ക് വന്നു ചേരാം. ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരാം. ചിലർക്ക് ധനപരമായ നഷ്ടവും വന്നു ചേരാം. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. പലർക്കും നാളത്തെ ദിവസം അലസത, കാര്യപ്രാപ്തിക്കുറവ്, തടസ്സങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. തൊഴിൽപരമായി വലിയ മെച്ചമൊന്നുമല്ല എങ്കിൽ പോലും കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായി വന്നു നിൽക്കും. അത് പിതാവ് മുഖേനയുള്ള ഒരു നേട്ടം കൊണ്ടാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ കൊണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സൽപുത്ര യോഗം, അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. ദാനശീലം, സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, അങ്ങനെയൊക്കെ ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുവാൻ വരെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അത് പിതാവ് മുഖേനയുള്ള ഒരു നേട്ടമായിട്ടാണ് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അത് അങ്ങനെ തന്നെ തുടർന്ന് പോയാലും നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനഭാഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളിൽ കൂടി ധനം വന്നു ചേരുന്നൊരു ദിവസമാണ്. ദൈവവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ സത്യസന്ധരായി ജീവിക്കാൻ ശ്രമിക്കുന്ന ദിവസമാണ്. ബന്ധുജന ഭാഗ്യം അനുഭവിക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര തൃപ്തികരമായ ഒരു ദിവസമേ അല്ല.
പിതാവിൽ നിന്നും ഗുണകരമായ ഒരു അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ. അവരുടെ മാതാവിനെ കൊണ്ട് ഇവർക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുടുംബജീവിത സുഖം ഏറെക്കുറെ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ധനസ്ഥിതിയും ഏറെക്കുറെ കുഴപ്പമില്ലാതെ പോകുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇവർ അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്ന് ദോഷാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവും അതോടൊപ്പം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനൻ മാത്രം അനുകൂലമായൊരു ദിവസമല്ല. ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായി പോകുന്നു. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇവർ അതിയായി ദുഃഖിക്കുന്നൊരു ദിവസമാണ്. ഭാര്യ ഭർത്തൃ സുഖഹാനി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മനോദുഃഖം മാനഹാനി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ അതിയായി വിശ്വസിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഇവർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായി ഇവർ അതിയായി ദുഃഖിക്കുവാനും അതോടൊപ്പം തന്നെ മാനഹാനി സംഭവിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. ഇവർക്ക് കോപം വന്നു ചേരാം. ഉറപ്പില്ലാത്ത മനസ്സിൻ്റെ ഉടമസ്ഥരാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടിയൊക്കെയായിരിക്കും നാളത്തെ ദിവസം ഇവർ കടന്നു പോവുക. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയൊന്നും ലഭിക്കുന്ന ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതിയും അത്ര തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും തൃപ്തികരമായ രീതിയിൽ പോകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസം ഇവർക്ക് ധനധാന്യ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കീർത്തി വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണവും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുന്നൊരു ദിവസമാണ്. സൽപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളൊരു അറിയിപ്പും കൂടി തന്ന് ഞാൻ നക്ഷത്രഫലം പറയുന്നു. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. നാളത്തെ ദിവസം ഇവർക്ക് ബന്ധുക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ ധനം തികയാത്ത അവസ്ഥ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ ക്രൂര കൃത്യങ്ങളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിപരമായി പ്രവർത്തിക്കുമെങ്കിലും പല കാര്യങ്ങളും പരാജയപ്പെടുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. എങ്കിലും പിതാവിന് ശത്രുതയൊക്കെ വന്നു ചേരുന്നതുകൊണ്ട് അത്ര അനുഭാവപൂർണ്ണമായ ഒരു സഹകരണം പിതാവിൽ നിന്നും ലഭിക്കുന്ന ഒരു ദിവസവുമല്ല എന്നും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 3/4 തിരുവോണം അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമൊന്നുമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനത്തിൻ്റെ സ്ഥിതിയും വലിയ മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. നാളത്തെ ദിവസം ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമിയൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിന് നല്ലൊരു വില ആൾക്കാർ പറഞ്ഞിട്ട് അത് വാങ്ങിക്കാതെ കച്ചവടം നടക്കാതെ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നിരുന്ന ദിവസമാണ്. ചിലരൊക്കെ കലഹിക്കുവാൻ സാധ്യതയുണ്ട്. കേസിലും പ്രശ്നങ്ങളിലും ഒക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ഈ നാളുകാർ നാളത്തെ ദിവസം പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുകയും അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നു ചേരുകയും ചെയ്യുന്നൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ഒരു ദിവസമാണ്. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ലൊരു കുടുംബജീവിതം ഒക്കെ നയിക്കുന്നൊരു ദിവസമാണ്. എല്ലാം കൊണ്ടും തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. അലസത, കാര്യപ്രാപ്തിക്കുറവൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കുടുംബത്തിലുള്ളവരുമായി ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ അവരെ അലട്ടുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ഒരുപാട് പ്രതികൂലങ്ങളായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് സഹായകരമായി അവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ
അവർക്ക് ഗുണകരമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ, കടബാധ്യത അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ ശത്രുതകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർ, തൊഴിൽപരമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പലവിധമായ കഷ്ടതകളിലും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. മഹാദേവൻ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കും. മഹാദേവൻ നിങ്ങളുടെ മേൽ മഹാദേവൻ്റെ ശക്തി അയക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് മഹാദേവനിൽ തന്നെ വിശ്വസിക്കുക. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക. മഹാദേവൻ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നെല്ലാം പ്രിയപ്പെട്ടവരെ കരകയറ്റും. നിങ്ങൾ ഒരു നാശത്തിലേക്ക് പോകാതെ മഹാദേവൻ നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ കൈലാസനാഥനായ മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക. മഹാദേവൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരിൽ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.